നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര സ്വാമിയേ ശരണമയ്യപ്പ. കഴിഞ്ഞ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ ഭരതൻ മാനായിട്ട് ജനിക്കാനിടയായ സാഹചര്യം വിസ്തരിച്ചു പറഞ്ഞു. നമ്മൾ മരണസമയത്ത് എന്തൊരു ചിന്ത നമ്മളെ കുടുക്കിയിടുന്നോ ആ ചിന്തയിലായിരിക്കും നമ്മുടെ ക്ലോക്ക് സ്റ്റക്കാവുക. ഈ സ്ഫോടനമൊക്കെ നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹിരോഷിമയിലൊക്കെ ബോംബ് പൊട്ടിയ സമയത്ത് ആ പല ക്ലോക്കുകളും ആ രാവിലെ 8:15 ആ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ബോംബ് വീഴുന്ന സമയത്ത് സ്റ്റക്കായത് ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് മനുഷ്യൻ്റെ ശരീരം വിടുന്ന സമയത്ത് മനസ്സ് നിശ്ചലം. ആ നിശ്ചലമാകുമ്പോൾ ഏതൊരു ചിന്തയിലാണോ മനസ്സ് നിന്നത്, കാരണം ചിന്തയുടെ ഒഴുക്കാണ് മനസ്സ് നിന്നത്, ഏത് ചിന്തയിലാണോ മനസ്സ് നിന്നത് അവിടെ നിന്നാണ് പിന്നെ അടുത്ത റെപ്പിറ്റേഷൻ. അതിനനുഗുണമായിട്ടുള്ള പ്രൊജക്ഷനിലാണ് പിന്നെ അടുത്ത ശരീരം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കുന്നത് ഇപ്പം നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ മരണസമയത്ത് ചിന്ത നിയന്ത്രിക്കാൻ സാധിക്കും. രമണ മഹർഷി പറഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. സന്യാസിയാണെങ്കിൽ പോലും പ്രാണൻ വിടുന്ന നേരത്ത് മനസ്സ് പടയ്ക്കും. ഇന്ന് രമണ മഹർഷിയുടെ 145-ാം ജയന്തിയാണ്. രമണ ഭഗവാന്റെ 145-ാമത്തെ പിറന്നാളാണ് ഇന്ന്. ആ മഹാനായിട്ടുള്ള ആ മഹാത്മാവിനെ എല്ലാവരും മനസ്സുകൊണ്ട് നമസ്കരിക്കുക. നമ്മുടെ തൊട്ടടുത്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാഋഷിയാണ് അദ്ദേഹം. ഒരുപക്ഷെ ഋഷഭൻ്റെയും ഭരതൻ്റെയും ഒക്കെ ചരിത്രം കൊണ്ട് നമ്മുടെ ഇടയിൽ ആരെങ്കിലുമൊക്കെ അതിൻ്റെയൊക്കെ അടുത്തെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ തൊട്ടടുത്ത കാലഘട്ടത്തിൽ രമണ ഭഗവാനാണ്. അതൊരു സംശയമില്ല അതിൽ. ഇപ്പം മാനായിട്ട് ജനിച്ചു എന്നുണ്ടെങ്കിലും പൂർവജന്മ സ്മൃതി ഈ മാനിനുണ്ടായിരുന്നു. കാരണം പൂർവ്വത്തിൽ ഉപാസന എപ്പോഴും നമ്മൾ ക്യാരി ഓവർ, ആ ജന്മത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രവർത്തിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഉണ്ടായിരുന്ന മനുഷ്യജന്മം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ള സങ്കടം അപ്പോഴായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വൈരാഗ്യമായിരുന്നു. ഇന്ന മാതിരി ഒന്നും വേണമെന്നൊന്നുമില്ല. കുറച്ച് കാലമൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഉണ്ടായിരുന്നു, ആ മങ്കൂട്ടി അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മെല്ലെ ആ ഗണ്ഡകി നദിയുടെ തീരത്ത് തന്നെയാണ് ജനിച്ചത് ഭാഗ്യത്തിന്. ആ സാളഗ്രാമ തീർത്ഥാണ്. ആ ജലത്തിൽ മുഴുവൻ സാളഗ്രാമങ്ങൾ. അതിൽ കുളിച്ച ഭഗവാനിൽ ഇറങ്ങി കുളിച്ച പോലെയാണ് അങ്ങനത്തെ സ്ഥലം. അവിടെ കുളിച്ച് ആ പുലഹ്യ ഈ പുലഹന്മാരുടെ ആശ്രമം, മഹർഷിമാരുടെ ആശ്രമത്തിൽ ചെന്നിട്ട് അതിൻ്റെ പരിസര പ്രദേശത്തൊക്കെ തൻ്റെ കാലം അവസാനിക്കുന്നതും പ്രതീക്ഷിച്ച് അവിടെ കഴിയാൻ തുടങ്ങി. കൂട്ടത്തിലൊന്നും ചേർന്നില്ല, ഒറ്റയ്ക്ക് സഞ്ചരിച്ചു. ഉണങ്ങിയ ഇലേ കഴിക്കുള്ളൂ, ഉണങ്ങിയ പുല്ലേ കഴിക്കുള്ളൂ, ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കില്ല. ശരീരത്തിന് എത്രയും പെട്ടെന്ന് ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഏത് പ്രാരബ്ധകർമ്മം കൊണ്ടാണോ തനിക്ക് മാനായിട്ട് ജനിക്കേണ്ടി വന്നത്, ആ പ്രാരബ്ധത്തിനെ എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഗണ്ഡകി നദിയിൽ അവസാനം തൻ്റെ ശരീരത്തിന് ഉപേക്ഷിച്ചു. ബ്രഹ്മത്തിൽ മനസ്സുറപ്പിച്ചിട്ട് ശരീരത്തിന് ഉപേക്ഷിച്ചു. ഒരു സമാധി പോലെ ജലസമാധി ചെയ്തു അമാൻ. 5-ാമത്തെ സ്കന്ധം 14-ാമത്തെ അധ്യായത്തിൽ ഈ ഭാഗം വരും. വിശേഷമായിട്ടുള്ള ഭാഗമാണ്. ശരിക്കും മാനിൻ്റെ ശരീരം ത്യജിക്കണ സമയത്ത് ഉറക്ക പറഞ്ഞു അത്രേ. അപ്പോഴാണത്രേ മനസ്സിൽ സംസാരിച്ച് ഉറക്ക പറഞ്ഞത്. അത് 45-ാമത്തെ ശ്ലോകമാണ്. 5-ാമത്തെ അധ്യായം, 5-ാമത്തെ സ്കന്ധം 14-ാമത്തെ അധ്യായം 45-ാമത്തെ ശ്ലോകം. ഞാനിപ്പോൾ ശ്ലോകം വായിക്കാൻ നിൽക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്. ഈ ശ്ലോകം മരണനേരത്ത് ഓർക്കാൻ സാധിച്ചാൽ അതിൽ കവിഞ്ഞിട്ട് വലിയൊരു സംഭവമില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്. ധർമ്മത്തിൻ്റെ രക്ഷകനായിട്ടുള്ള ഭഗവാനെ, നീ കർമ്മത്തിൻ്റെ അനുഷ്ഠാനത്തിൽ ഈ ലോകത്തിൽ നിന്നെ ജയിക്കാൻ വേറെ ആരുമില്ല. യോഗം കൊണ്ട് പ്രാപ്തനാവനവനാണ് നീ. സാംഖ്യശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ സ്വരൂപനാണ്, പ്രകൃതിയുടെ പതിയാണ്. അങ്ങനെയുള്ള ശ്രീഹരേ നിനക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് അത്ര ജീവൻ വിട്ടത്. അപ്പോൾ ആരെ ചിന്തിച്ചു? മരണസമയത്ത് ഭഗവാനെ ചിന്തിച്ചു. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ, മാനിൻ്റെ ശരീരത്തിൽ എപ്രകാരം ഈ പ്രാരബ്ധമൊക്കെ അനുഭവിച്ചോ അതേപോലെ തന്നെ ഇന്നും മഹാത്മാക്കൾ മാനിൻ്റെയോ മറ്റ് മൃഗങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന്
പ്രതിമ വെച്ച് പൂജിക്കുന്ന മനുഷ്യരായിരുന്ന പല ഗുരുക്കന്മാരും ഇന്ന് അവിടെ നിന്നിട്ട് ആ പ്രതിമയുടെ അടുത്ത് ചിലപ്പോൾ ഒരു എലിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ പ്രതിമയെ തൊഴാൻ ഇപ്പോഴത്തെ ജന്മത്തിൽ അമ്മ പറയുണ്ടാവും, തൊഴ് എന്ന് പറയുന്നുണ്ടാവും. തൻ്റെ പൂർവ്വ ശരീരമാണ് അതെന്നറിയാണ്ട് അതിൻ്റെ മുന്നേ നിന്നിട്ട് കോക്കറി കാണിക്കും കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. ഇത്തരം അവസ്ഥകൾ എല്ലാ മഹാത്മാക്കളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടെന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു. ശ്ലോകം 5 സ്കന്ധം 14 അധ്യായം 45 ശ്ലോകം. 5, 14, 45 നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 5, 14, 45. 10ാമത്തെ സ്കന്ധത്തിൽ നമുക്ക് കാണാൻ പറ്റും, കുബേരൻ്റെ മക്കൾ വൃക്ഷങ്ങളായില്ലേ, നളകൂപരന്മാരായിട്ട് നിന്നിട്ട് കഷ്ടപ്പെട്ടില്ലേ ഭഗവാൻ വരണത് വരെ. നൃഗൻ്റെ മോക്ഷത്തിൽ എങ്ങനെയാണ്? ഓന്താണ് നൃഗൻ അല്ലേ? ഗുരുവായൂരപ്പൻ മോക്ഷം കൊടുക്കുന്നത് വരെ ഓന്തായിട്ടാണ് ഇരുന്നത്. അതേപോലെ ആനയായിട്ട് ഇന്ദ്രദ്യുമ്നൻ ഇരിക്കേണ്ടി വന്നു, ഗജേന്ദ്രനായിട്ട്. നഹുഷൻ്റെ കഥയിൽ പെരുമ്പാമ്പായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതൊക്കെ കയ്യിലിരിപ്പോണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും സംഭവിച്ചതാണ്. ഇനി ഇതൊന്നും പോരാണ്ട് ജീവനുണ്ട് എന്ന് നമുക്ക് തോന്നാത്ത സാധനങ്ങളുണ്ട്. കല്ലായിട്ടിരുന്നിട്ട് മോക്ഷം കിട്ടിയ ആളാരാ? അഹല്യ. അപ്പം കല്ലായിട്ട് ചിലപ്പോൾ നമ്മുടെ മുറ്റത്ത് കിടക്കുന്നത് പോലും ഏതെങ്കിലും മഹാത്മാവായിരിക്കും. ജീവൻ കല്ലിലോ മറ്റു വസ്തുക്കളിലോ ഇരുന്നിട്ട് പ്രാരബ്ധം അനുഭവിക്കേണ്ടാവാം. അതൊന്നും പക്ഷെ സാധാരണ മനുഷ്യൻ്റെ ദൃഷ്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. വിശ്വാമിത്രനത് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ട് രാമാ നീ കാലുകൊണ്ടൊന്ന് തൊട് എന്ന് പറഞ്ഞത്. രാമൻ കാലുകൊണ്ട് തൊട്ടപ്പോൾ ബ്രഹ്മസ്പർശം വന്നപ്പോൾ കല്ലിൽ കിടന്ന് ജീവൻ്റെ പ്രാരബ്ധം പോയി, മോക്ഷമായി. അതിന് പൂർവ്വസ്വരൂപം തിരിച്ചു കിട്ടിയാണ് രാമായണത്തിൽ അഹല്യാമോക്ഷം വരുന്നത്. ഈ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ ധർമ്മത്തിൽ കല്ലാണെങ്കിലും മരമാണെങ്കിലും പക്ഷിയാണെങ്കിലും മൃഗമാണെങ്കിലും ഭൂതയജ്ഞം ചെയ്യണമെന്ന് പറഞ്ഞത്. കാരണം ആരാ ഈ രൂപത്തിലിരിക്കണമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ പിണ്ടം വെച്ചിട്ടോ അല്ലെങ്കിൽ ബലിച്ചോറ് കൊടുത്തിട്ടോ കാക്കയെ വിളിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള ജീവജാലങ്ങളെ നമുക്ക് ഉപകാരമുണ്ട് തോന്നുന്നതിന് മാത്രമേ നമ്മൾ വല്ലതും കൊടുക്കണമല്ലേ. ഇപ്പം നോർത്തിലൊക്കെ വന്ന പട്ടികൾക്ക് തേനോ വെണ്ണയോ ഒക്കെ പുരട്ടിയിട്ട് ചപ്പാത്തി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, കാലഭൈരവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. തെക്കോട്ടൊന്നും ഇല്ല അത്. അതൊക്കെ എന്താ വെച്ചാൽ കാര്യസാധ്യമുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടെങ്കിലും ചെയ്യിപ്പിക്കണം. ഇതൊന്നും പ്രതീക്ഷിക്കാണ്ട ഭൂതയജ്ഞം ആരാ ചെയ്യണം? ആരും ചെയ്യുന്നില്ല അല്ലേ. നമ്മൾ അമ്പലങ്ങളിൽ ഇപ്പം നിങ്ങൾ ദിവസം രാവിലെ കാണുന്നതാണ് ശിവേലി. ഇവിടെ ബലി തൂവുന്നുണ്ട് ഭഗവാന്. പാർഷദന്മാർക്കൊക്കെ ബലി തൂവും. ഭഗവാനല്ല ബലി തൂവണത്, ഭഗവാൻ തൻ്റെ പരിവാരങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയാണ് ശരിക്കത്. അങ്ങനെ വരുമ്പോൾ 3 നേരം കൊടുക്കുന്നുണ്ട്. അതാണ് 3 നേരം ശിവേലിയുള്ള സ്ഥലം. ഇതിനെ ഒന്നുകൂടെ വിപുലീകരിച്ച എല്ലാ പൂജ കഴിഞ്ഞാലും നമ്മുടെ തെക്ക് കിഴക്ക് വശത്തുള്ള അഗ്നിയുടെ കോണിൽ ഒരു കല്ലുണ്ടാവും. ഹോമത്തിന് പകരം ആ കല്ലിൽ അഗ്നിയെങ്കിൽ കുറച്ച് ചോറ് വീഴ്ത്തും. എന്തിനാ വെച്ചാൽ അഗ്നിക്ക് കൊടുത്താൽ പ്രപഞ്ചം മുഴുവൻ കിട്ടിയെന്നുള്ള സങ്കല്പം. അതുകൊണ്ടാണ് ചോറ് കൊണ്ടിടുന്നത്. ഇതിന്ന് പലപ്പോഴും ബലി തൂവണ ആൾക്കാർ പോലും ചിന്തിക്കാറില്ല. അതാണ് അതിലെ സങ്കടം. അത് കഴിഞ്ഞ് 3 നേരമായിട്ടത് ഇത് എല്ലാ പൂജയ്ക്കും ഉണ്ട്. പിന്നെ 3 നേരമായിട്ട് ശിവേലി നടത്തണം. ശ്രീബലി എന്നാണ് അതിൻ്റെ പേര്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. അപ്പോൾ പുറത്ത് നടന്ന് ബലിക്കല്ലുകൾ തൂവി കൊടുക്കണം. ഇതൊക്കെ പ്രപഞ്ചത്തിൽ ഓരോ ശക്തി കുറച്ചുകൂടെ എലോബറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഒന്നുകൂടെ കുറച്ചുകൂടെ വിശേഷമായിട്ട് ഭക്ഷണമൊക്കെ വെച്ചിട്ട് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ശ്രീഭൂതബലി. ഉദയാസ്തമന പൂജ കഴിഞ്ഞാൽ ഗുരുവായൂർ പിറ്റേ ദിവസം സന്ധ്യയ്ക്ക് ഉണ്ടാവും. അത് ദീപാരാധന കഴിഞ്ഞ് ഉടനെ ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങും. അന്ന് ഉച്ചശീവേലി ഉണ്ടാവില്ല, അപ്പം തന്നെ പുറത്തിറങ്ങും. ശ്രീഭൂതബലി എന്തിനാ വെച്ചാൽ തനിക്കൊരു ഉത്സവം നടത്തപ്പെട്ടു. ഒരു ദിവസത്തെ ഉത്സവമാണ് ഉദയാസ്തമനം. ഒരാൾ പൈസ കൊടുത്ത് ഒരു ദിവസത്തെ ഉത്സവം നടത്തി. അപ്പം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ആഗ്രഹമാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യണവർക്കും അതിൻ്റെ സന്തോഷം പങ്കിടണം പറഞ്ഞ് ഭഗവാൻ അവർക്ക് കൊടുക്കണം ശ്രീഭൂതബലി. ഇനി ശ്രീഭൂതബലിയും കൂടെ എലോബറേറ്റ് ചെയ്താലോ, വിസ്തരിച്ച് ഭക്ഷണം അതിന് ദുഷിച്ച ശക്തികൾക്കും ഒക്കെ കൊടുക്കും. എല്ലാവർക്കും അങ്ങോട്ട് എന്താ പറയുക, പാണി കൊട്ടി വിളിച്ചിട്ടാണ് കൊടുക്കുക. വിളിച്ചു കഴിഞ്ഞാൽ കൊടുത്തോളണം. അതിൽ 2 തരം ആൾക്കാരുണ്ട്. മാംസം ഭക്ഷിക്കുന്നവരുണ്ട്, രക്തം ഭക്ഷിക്കുന്നവരുണ്ട്, സത്തുക്കളായിട്ടുള്ളവരുണ്ട്. അവർക്കൊക്കെ കൊടുക്കണം. മഞ്ഞൾ കലർന്ന ചോറ്, വെള്ളച്ചോറ്, ഇതോടുകൂടി ഉത്സവ ബലി എന്ന് പറയും. ഇത് വർഷത്തിൽ 1 തവണ നടക്കുക. ഈ ഉത്സവ ബലിക്ക് പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്, സകലത്തിനും കൊടുത്തോളണം. കാണുന്നതും കാണാത്തതായിട്ടുള്ള സകലചരാചരങ്ങൾക്കും കൊടുക്കും. ഏറ്റവും അവസാനം ബാക്കി വരുന്ന പാത്രത്തിലുള്ളതിന് കോരി എടുത്തിട്ട് കൊടിമരത്തിൻ്റെ അവിടുന്ന് ശീഘ്രബലി എന്ന് പറയും. ഒറ്റ ശ്വാസം പിടിച്ച ശ്വാസം പോണതിന് മുമ്പ് ഓടി ക്ഷേത്രപാലിൻ്റെ അവിടെ എത്തും. കൊട്ടും പറഞ്ഞ് കൊട്ടിയിട്ട് പുറം ഇങ്ങനെ ഓടാനുണ്ടാവും നിങ്ങൾ. അങ്ങനെ ഓടിയിട്ട് അവിടെ വന്ന് അത് കൊട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ള പാത്രം മുഴുവൻ ക്ഷേത്രപാലിനാണ്. ക്ഷേത്രപാലിന് പാത്രത്തോടെയെന്ന് പറയും. അങ്ങനെ ബലി കൊടുക്കും.
ക്ഷേത്രപാലൻ വെച്ചാൽ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കണം. ക്ഷേത്ര ശരീരത്തിനെ സംരക്ഷിക്കണവനാരോ അത് ക്ഷേത്രപാലൻ. അവനാണ് നമ്മുടെ രക്ഷയും കവചവും ഒക്കെ. ആ ക്ഷേത്രപാലൻ്റെ ഉപാസനയാണ് ശരിക്കും നാരായണ കവചം. ക്ഷേത്രപാലനും ഭഗവാനാണ്. അത് വരും. ഈ നാരായണ കവചം ഇപ്പോൾ വരും. ഈ ക്രമത്തിലാണ് വരിക. ഇതൊന്നും കണക്ഷൻ ഇല്ലാണ്ട് ചുമ്മാ അവരവരുടെ ഇഷ്ടത്തിന് അവ്യാസന. ഇനി കുറച്ചു നേരം ചിത്രകേതുവിൻ്റെ കഥ പറയാം, കുറച്ചു നേരം വൃത്രൻ്റെ കഥ പറയാം, കുറച്ച് അങ്ങനെ എഴുതിയിട്ടേ അല്ല. ഒന്നൊന്നിൻ്റെ പ്രോഗ്രഷനാണ്. അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ കല്ലിലും മുള്ളിലും എന്താ പറയുക, പൊടി ഒരു ചെറിയ അണുവിലും ഇരിക്കുന്ന ഈശ്വരശക്തിക്ക് വരെ ആരാധിക്കുന്നതാണ് സനാതനധർമ്മത്തിൻ്റെ രീതി. അതാണ് അതിൻ്റെ മഹത്വം. അപ്പോൾ ഞാനില്ലെങ്കിൽ ഇതിനെ ആര് രക്ഷിക്കും എന്ന് ചിന്തിച്ചിട്ട് പട്ടിയും പൂച്ചയും വളർത്തുന്നവരുണ്ട്. അത് അപകടമാണ്. എല്ലാ ഭൂതങ്ങൾക്കും കൊടുക്കുമ്പോഴും ഭഗവാൻ കൊടുക്കണം എന്ന സങ്കല്പത്തിൽ കൊടുത്തേക്കണം. അല്ലാണ്ട് എൻ്റെ കാലശേഷം ഈ നായ ആര് നോക്കും, ഈ പൂച്ച ആര് നോക്കും ചിന്തിക്കരുത്. ഭരതൻ്റെ അവസ്ഥയും. ഭരതൻ അതുകൊണ്ടാണ് ഈ അപകടത്തിൽ പോയിട്ട് പെട്ടത്. നായും പൂച്ചയും മാത്രമല്ല, ഭാര്യ, മക്കൾ, ഭർത്താവ് ഒക്കെ അതിൽ പെടും. അപ്പം മനസ്സിലായില്ലേ? അപ്പം ഭരതൻ മാനായിട്ട് ജനിക്കേണ്ടി വന്നു. അതുകൊണ്ട് കർമാനുസാരം പുതിയ ശരീരം എടുക്കേണ്ടി വരും. നമ്മൾ എന്തിനോടാണോ ഒട്ടി നിന്നത് അതിനനുസരിച്ച് വരും. സത്കർമ്മത്തിൽ ജനിച്ചവനും ഉത്കൃഷ്ടമായിട്ടുള്ള ജന്മം കിട്ടും. തെറ്റായിട്ടുള്ള കർമ്മം ചെയ്തവൻ നീചയോനി പ്രാപ്തനാവും. ഭരതൻ തൻ്റെ മൃഗജന്മമൊക്കെ ഉപേക്ഷിച്ച കാലത്ത് അതേ പുഴയുടെ തന്നെ തീരത്തായിട്ട് ഏകദേശം ആ പ്രദേശത്ത് ഒരു ബ്രാഹ്മണൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഈ മഹാത്മാക്കൾക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് അമ്മയുടെ വയറ്റിൽ ജനിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. സാധിക്കും. ഒരു ഘട്ടം എത്തിയാൽ സാധിക്കും. ഭരതൻ തിരഞ്ഞെടുത്തു. തനിക്ക് ശല്യങ്ങളില്ലാതെ, ഉപദ്രവമില്ലാതെ ഒരു നല്ല കുടുംബത്തിൽ, നല്ല ആചരണമുള്ളൊരു കുടുംബത്തിൽ പോയി ജനിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ബ്രാഹ്മണൻ്റെ വീട്ടിൽ, ആ ബ്രാഹ്മണൻ്റെ 2 ഭാര്യമാരായിരുന്നു. ആദ്യത്തെ ഭാര്യയിൽ 9 ആൺമക്കളായിരുന്നു. രണ്ടാമത്തെ ഭാര്യയിൽ ഒരു മകനും മകളും ഉണ്ടായി. ആ രണ്ടാമത്തെ ഭാര്യയിലാണ് ഭരതൻ ജനിച്ചത്. ആ മകൻ കൂടെ ഒരു അനിയത്തിയുണ്ട്. പക്ഷേ ഈ ചേട്ടന്മാർക്കും ഈ അനിയത്തിയായിട്ട് യാതൊരു ആശയവിനിമയവും കുട്ടിക്കില്ല. ജനിച്ചു, അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നു, കണ്ണ് തുറന്ന ഉടനെ മനസ്സ് വിചാരിച്ചു ഞാൻ മിണ്ടില്ല. മിണ്ടാൻ തുടങ്ങിയാലല്ലേ പ്രശ്നമുള്ളൂ. ആരെയും അക്നോളജ് ചെയ്തില്ല. അമ്മ എന്ന് പോലും വിളിച്ചില്ല, അച്ഛാന്നും വിളിച്ചില്ല. എല്ലാവരെയും നോക്കും. അതിൽ സ്നേഹമുണ്ടോ ദേഷ്യമാണോ ഒന്നും തിരിച്ചാൽ പറ്റില്ല. നമ്മൾ ഒരു ഇരിക്കപ്പുണ്ടം, ഒരു കുത്തുകല്ല് പോലെ ഇങ്ങനെ ഇരിക്കും. വല്ലതും കൊടുത്താൽ കഴിക്കും, പണിയെടുക്കുക പറഞ്ഞാൽ പണിയെടുക്കും, ഒന്നും പറഞ്ഞില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും. അങ്ങനെ ഒരു ബാക്കിയുള്ള കർമ്മകാണ്ഡത്തിലൊക്കെ വിശ്വസിക്കുന്ന യജ്ഞങ്ങളും കാര്യങ്ങളൊക്കെ ചില മിടുമിടുക്കന്മാരായിട്ടുള്ള ചേട്ടന്മാർ ഇതൊരു വേസ്റ്റ് എന്ന് പറഞ്ഞ് വിട്ടു. ഇവനെ ഒന്നിനും കളിക്കാൻ പോലും വിളിക്കില്ല. കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും, പക്ഷെ കളിയിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവില്ല. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം തൊട്ടിട്ട് എല്ലാവരും മന്ദബുദ്ധി, ഊമ, ബധിരൻ എന്തൊക്കെയോ ആണെന്ന് കരുതിയിട്ട് അങ്ങനെ വിട്ടു. പക്ഷേ എന്താ വെച്ചാൽ ഇവരെക്കാളൊക്കെ നല്ല ശരീരപുഷ്ടിയുണ്ട്, കാണാനും നല്ല തേജസ്സായിരുന്നു. എന്നാൽ കുളിക്കില്ല, പൊടിയായിരിക്കും ദേഹത്തൊക്കെ. ഒരു 8 വയസ്സായപ്പോൾ ഉപനയനം നടത്തി, ഒരു പൂണൂലൊക്കെ ഇട്ട് കൊടുത്തു. എന്നാലും ഈ വജ്രക്കല്ലിൻ്റെ പുറത്ത് ചെളി വരേണ്ട മാതിരി ഇങ്ങനെ നടക്കും. ആരോടും ഒരു ബന്ധമില്ലാണ്ട് നടക്കും. അങ്ങനെ നടക്കണ കാലത്ത് ആ നാട്ടിൽ ഒരു എന്താ പറയുക, അതിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതിയെ ശുഖമഹർഷി പറയണ ഗദ്യഭാഗമുണ്ട്. നിത്യനിവൃത്ത നിമിത്ത സ്വസിദ്ധ വിശുദ്ധാനുഭവാനന്ദ സ്വാത്മാലാഭാധിഗമ സുഖദുഃഖയോർ ദ്വന്ദ്വ നിമിത്തയോരസംഭാവിത ദേഹാഭിമാന. അതായത് സ്വതസിദ്ധവും ശുദ്ധവുമായിട്ടുള്ള ജ്ഞാനസ്വരൂപമായിട്ടുള്ള അദ്ദേഹം ആ ആത്മജ്ഞാനം കിട്ടിയിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷമോ ശോകമോ തുടങ്ങിയിട്ടുള്ള ഈ ഓപ്പോസിറ്റുകൾ, ദ്വന്ദ്വങ്ങൾ, ചൂട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇരുട്ട് വെളിച്ചം, ചൂട് തണുപ്പ്, സന്തോഷം ദുഃഖം, ഇതൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചിരുന്നില്ല. അതിനൊക്കെ ബാധിക്കാൻ കാരണമാകണ ശരീരത്തിൽ തന്നെ അദ്ദേഹത്തിന് യാതൊരു ബോധം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ നടന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ജഡഭരതൻ എന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി, ജഡൻ എന്ന് വിളിക്കാൻ തുടങ്ങി. നമ്മളിവിടെ ഭരതൻ്റെ ഈ 3ാമത്തെ ജന്മത്തിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ ഭരതനാമം കൂടെ ചേർത്ത് വിളിക്കുന്നു, ജഡഭരതൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ജഡനാണ്. ഇയാളെ പേരെന്താ വെച്ചാൽ ആർക്കും അറിയില്ല. അതൊരു ജഡൻ, ചത്തതിനൊക്കെമേ ജീവിച്ചിരിക്കലും മാരി വരുത്തൻ. സത്യത്തിൽ അദ്ദേഹം ജ്ഞാനിയായിട്ടുള്ളൊരു പരമഹംസ ഭാവത്തിലാണ് ആ സമയത്ത് സഞ്ചരിച്ചിരുന്നത്. ഭാഗവത പരമഹംസൻ എന്നാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 20ാമത്തെ അധ്യായത്തിൽ, ഈ 9ാമത്തെ അധ്യായത്തിൽ 20ാമത്തെ ശ്ലോകത്തിൽ ഭാഗവത പരമഹംസൻ എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗീതയിൽ 12ാമത്തെ അധ്യായത്തിലും ഇവരുടെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ആ പറയണ അതേ ലക്ഷണങ്ങളാണ്
ജഡഭരതനുണ്ടായിരുന്നത്. അവർ യാതൊരു പ്രാണികളെ ഉപദ്രവിക്കില്ല, അതിന് വരും, എല്ലാവരുടെയും മിത്രമായിരിക്കും, ആരോടും വിരോധമില്ല, ദയ അത്ര അധികമായിരിക്കും. എനിക്ക് എന്നൊരു ചിന്തയേ ഉണ്ടാവില്ല. എപ്പോഴും സന്തുഷ്ടരായിരിക്കും, ഉള്ളിൽ തൃപ്തരായിരിക്കും. സമാധി സമയത്ത് മനസ്സ് എന്നുള്ളത് ഉണ്ടാവില്ല, അത് ഈശ്വരൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും. ഈശ്വരൻ്റെ കയ്യിൽ മനസ്സിനെടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധി ആവുക എന്നാണ് അർത്ഥം. അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് വേറെ വിഷയങ്ങളെ ചിന്തിക്കില്ല. ഉണർന്നു കഴിഞ്ഞാലും ഒരു വിഷയമായിട്ട് അവർ ബന്ധപ്പെട്ടിരിക്കും. ഉണരാച്ച സമാധിയിൽ നിന്ന് ഉണർന്ന, ഉറക്കത്തൊന്നല്ല, സമാധിയിൽ നിന്ന് ഉണർന്നാലും ബന്ധപ്പെട്ടിരിക്കുക. അപ്പോൾ ഇവിടെ തമാശയായിട്ട് പറയാറുണ്ട്. അതായത് ഈ ജീവൻ മുക്തന്മാരായിട്ടുള്ള ആൾക്കാർ എപ്പോഴും തനിച്ച് സഞ്ചരിക്കണം. നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ കൂട്ടമായിട്ട് കുടുംബക്കാരോടൊപ്പം പോയാൽ പോലും പ്രദക്ഷിണം വയ്ക്കുമ്പോഴും ജപിക്കുമ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാവും. പ്രത്യേകിച്ച് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ സംസാരിക്കരുത്. നമ്മളെ ഭഗവാനിലേക്ക് ഒരു കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ട്, നമ്മളതിൻ്റെ ചുറ്റും പമ്പരം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഡിസ്റ്റൻസ് പോലും കറക്റ്റ് ചിന്തിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ച് നോക്കൂ. ഭയങ്കര പവറായിരിക്കും. ഇങ്ങനെ പോയി അവിടെ നിന്ന് പിന്നെ അവിടെ തിരിഞ്ഞ് അങ്ങനെ പോരുത്. പോകുമ്പോൾ അത് കറക്റ്റായിരിക്കണം. അധികം ധൃതി പോരുത്, കൈവീശി പോരുത്. തൊഴുത് പിടിച്ചുകൊണ്ട് നടക്കും. നിലത്ത് നോക്കുക. പരിചയക്കാരെ കണ്ടാൽ ചിരിക്കാതിരിക്കാനാ, കാരണം നിന്നു പോകും. എത്ര പരിചയമുള്ളവരെ കണ്ടാലും നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇവിടെ പറയും, അപ്പോൾ ജീവൻ മുക്തന്മാരാണെങ്കിലോ അവർ തനിച്ച് സഞ്ചരിക്കണം. കാരണം 2 പേരായാൽ സംസാരിച്ച് സമയം കളയും. 3 പേരുണ്ടായാൽ ഒരു ഗ്രാമം പോലെയാവുന്നു. അതിലും കൂടുതൽ ആൾക്കാരായ ഒരു പട്ടണമാവും. അപ്പോൾ പട്ടണങ്ങളാണ് ഇപ്പോൾ വൃന്ദാവനത്തിലേക്കും ബദരിക്കൊക്കെ യാത്ര പോണത്. മനസ്സിലായില്ലേ? അങ്ങനെ സംസാരം വർദ്ധിക്കുന്നു. ശാസ്ത്രവാസന, ലോകവാസന, ദേഹവാസന, ഇതൊക്കെ കൊണ്ട് ക്ഷുദ്രാണ്. എന്തോ കുറേ അറിവുണ്ടാക്കണം പറഞ്ഞിട്ടും ആധ്യാത്മികത പഠിക്കുന്നവരുണ്ട്, എന്നിട്ട് അപ്ലൈ ചെയ്യില്ല. ലോകവാസന, എന്തൊക്കെയോ നേടണം ലോകത്തിലെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ചെയ്യണവരുണ്ട്, അതും കുഴപ്പം. ദേഹവാസന എപ്പോഴും ചമഞ്ഞ്. ഞാൻ പറഞ്ഞില്ലേ, അണിയാനെടുക്കണ സമയം അഴിച്ചു കളയാനെടുത്താൽ മരണം എത്ര സുഗമമായിരിക്കും അല്ലേ? ആരും അത് ചിന്തിക്കാറില്ല. അപ്പം സർപ്പത്തെ പോലെ സമൂഹത്തിനെ ഭയപ്പെടേണ്ടവനാണ് ബ്രാഹ്മണൻ. അവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയണവൻ. സർപ്പത്തിനെ പോലെ പേടിക്കണമെന്ന് സമൂഹത്തിനെ എന്ന് നാരദ മഹർഷി പറയുന്നുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ സംസാരികൾക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ തനിച്ചിരിക്കാൻ. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ? ഞാൻ ഒറ്റപ്പെട്ടു എന്നാ പറയും അല്ലേ? 50 പേര് ചുറ്റുമുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പറഞ്ഞവരുണ്ട്, അത് മനോരോഗമാണ്. പക്ഷെ ബുദ്ധിമാൻ ഒറ്റപ്പെട്ടിരിക്കാനാണ് ശ്രമിക്കുക. വേർഡ്സ്വർത്തിൻ്റെ സോളിറ്റ്യൂഡിനെ കുറിച്ചിട്ടുള്ളൊരു പദ്യം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് പണ്ട്. കേരളത്തിൽ ഇംഗ്ലീഷ് സിലബസിലുണ്ടായിരുന്നു, 7-ലോ 8-ലോ ഒറ്റ. അദ്ദേഹം ഒരു ആംഗലേയ പുറത്തുള്ളൊരു കവിയാണെങ്കിലും അദ്ദേഹം ഈ സോളിറ്റ്യൂഡിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ചാണ് പറയണത്. ഏകാന്തതയുടെ ബ്യൂട്ടി. ഏകാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എവിടെയാണോ അവസാനിക്കുന്നത് അതെന്നാണ് ശരിക്കും സംസ്കൃതത്തിലെ അർത്ഥം. ബ്രഹ്മം, അതാണ് ഏകാന്തത. പക്ഷെ നമ്മുടെ ഏകാന്തത മാനസിക രോഗമാണ്. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഇദ്ദേഹം ആരോടും മിണ്ടില്ല, ഒരു മനുഷ്യനോടും മിണ്ടാതെ സഞ്ചരിക്കുകയാണ്. കഠോപനിഷത്തിൽ പറയുന്നുണ്ട്, നാനാത്വം എന്തിലും കാണുന്നവൻ മരിക്കണു, ഏകത്വം കാണുന്നവൻ മരിക്കുന്നേ ഇല്ല. കഠോപനിഷത്തിലെ വാക്കാണ്. എത്ര അർത്ഥം ആലോചിച്ച് നോക്കുക. അത് ജസ്റ്റ് ഒന്നിരുന്ന് ആലോചിച്ച് നോക്കൂ. ഒക്കെ വെവ്വേറെയായിട്ട് കാണുന്നവൻ മരിച്ചു കൂടും, എല്ലാം ഒന്നായി കാണുന്നവൻ ഒരിക്കലും മരിക്കണില്ല. സപ്താഹത്തിൻ്റെ പാരായണത്തിൽ സാധാരണഗതിയിൽ 2-ാം ദിവസം അവസാനത്തിലാണ് ഈ പഴയ ചിട്ടയിൽ ഈ ഭരതൻ്റെ കഥ വരുന്നത്. 3-ാം ദിവസത്തിൻ്റെ അവസാനത്തിൽ ഇതേപോലെ തന്നെ പ്രഹ്ലാദൻ്റെ കഥ വരും. ഇത് കറക്റ്റ് ബാലൻസിങ് ആണ് നോക്കിക്കഴിഞ്ഞാൽ. അതായത് പ്രഹ്ലാദനും വിഷയങ്ങളെ ഭയന്നിരുന്നു എന്നുള്ളൂ. ഇവിടെ വിഷയ മാനായിരുന്നു. അതിൽ പെട്ട ആളുടെ കഥ പറഞ്ഞിട്ട് ആ അന്ത്യസമയത്ത് ആ ചിന്ത ഉണ്ടായിരുന്നത് കൊണ്ടുണ്ടായ അബദ്ധം പറഞ്ഞിട്ട് ഇനി അന്ത്യസമയത്ത് അബദ്ധത്തിൽ നാരായണ എന്ന് വിളിച്ച അജാമളൻ്റെ കഥ പറയും. എന്നിട്ട് അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു, അയാൾക്ക് എങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അസുരനായിട്ടുള്ള പ്രഹ്ലാദൻ്റെ കഥ. അതായത് സാഹചര്യങ്ങൾ നന്നായിട്ടും വീണുപോയ ഭരതൻ്റെ കഥ പറഞ്ഞിട്ട് സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായിരുന്നിട്ടും ഭഗവാനെ ഗർഭാവസ്ഥയെ തന്നെ പിടിച്ച ഒരാളുടെ കഥ പറയുന്നത്. അതിൻ്റെ കമ്പാരിസൺ പ്രോബ്ലമുണ്ടോ ശരിക്ക്? അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അത് ഒരു രീതി പറഞ്ഞാൽ അടുത്തത് അതിൻ്റെ നേരെ ജക്സ്റ്റപ്പോസ് ചെയ്യാൻ അപ്പുറത്തെ രീതിയും പറയും. എന്ത് പറഞ്ഞാലും അത് ഭഗവാനിലേക്ക് വഴിതിരിച്ച് വിടുകയും ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യണത്. അങ്ങനെ ഈ ജഡഭരതൻ കുറേ കാലം അവിടെ നടക്കുന്ന സമയത്ത് ഒരു കാട്ടാളന്മാരോ കള്ളക്കാരോ ഒറ്റ വന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ പിടിച്ചുകൊണ്ട് എവിടെയോ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. ആൾക്കാർ സാധാരണ വാ
വന്ന് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ മൂപ്പര് പോകും. കൂലിയൊന്നും മേടിക്കില്ല. അതുകൊണ്ട് ജഡഭരതനെ വിളിച്ച് പണിയെടുപ്പിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കൂലി വാങ്ങാണ്ട് എത്ര പണിയും ജോലി ചെയ്തോളൂ. ഇത് പക്ഷേ കാട്ടാളന്മാരോ കൊള്ളക്കാരോ ഒറ്റ വന്ന് ഇദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയി. എന്തിനാ കൊണ്ടുവച്ചാൽ ഭദ്രകാളിക്ക് ബലി കൊടുക്കാൻ കൊണ്ടായിരുന്നു. നല്ല തണ്ടും തടിയുള്ള ഒരുത്തനെ കൊണ്ടുവരാൻ പറഞ്ഞു. അതുകൊണ്ട് നോക്കുമ്പോൾ നല്ലൊരു ഗുണ്ടപ്പൻ ഇങ്ങനെ ഇരിക്കുന്നു, നല്ല തടിച്ച് മന്ദനായിട്ട് ഒരുത്തൻ നല്ല ചാപ്പാടടിച്ച് നല്ല കൊഴുത്തിരിക്കുന്നുണ്ട്. ഇവിടെ വാറ് പിടിച്ചിട്ട് അവർ കൊണ്ടുപോയി. അപ്പോൾ അവർ വലിച്ചുകൊണ്ട് പോകുമ്പോൾ മൂപ്പര് ഇങ്ങനെ പോയി. മൂപ്പരെ കഴുത്തിൽ കയറൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുപോകണം പറയും. പുള്ളി വളരെ കൂളായിട്ടൊരു അറുപങ്ങാട് പോകണമാതിരി അവരുടെ പുറകെ പോയി. ഒരു ഭാവമില്ല. അവിടെ ചെന്നപ്പോൾ കാളി ഇങ്ങനെ കണ്ണൊക്കെ ഉരുട്ടിട്ട് വലിയ പ്രതിമയൊക്കെ ഇരിക്കുന്നുണ്ട്. നോക്കി കാളിക്ക് തന്നെ സങ്കടം തോന്നി കാണും, എന്നെ കണ്ടിട്ട് ഒരു ഇഫക്റ്റും ഇല്ലാത്തൊരുത്തൻ എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ആ വിഗ്രഹത്തിൻ്റെ മുന്നേ കൊണ്ടുവരുത്തി ഇവനെ വെട്ടാൻ പോയി. ഇവനെ വെട്ടാൻ പോയ സമയത്ത് അതിഭീകരമായിട്ടുള്ള ഒരു ഇടിമിന്നലിൻ്റെ പ്രഭയോട് കൂടിയിട്ട് ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഭദ്രകാളിയുടെ പ്രാദുർഭാവം. നേരത്തെ രാവിലെ വായിച്ചിട്ടുണ്ട്. അമ്മ പ്രത്യക്ഷപ്പെട്ടു. അതായത് ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരാളെ പ്രകൃതിയുടെ തലത്തിൽ നിന്നിട്ട് എന്ത് ഉപദ്രവം വന്നു കഴിഞ്ഞാലും പ്രകൃതി അവിടെ ആവിർഭവിക്കും. പ്രകൃതിയുടെ ശക്തി ആവിർഭവിച്ച് രക്ഷിച്ചിരിക്കുന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പാമ്പാകണ ബ്രഹ്മം നമ്മളെ കൊത്താൻ വന്ന വടിയാകണ ബ്രഹ്മം എടുത്തിട്ട് നമ്മളാകണ ബ്രഹ്മം അടിച്ചു കൊല്ലണം. മറക്കരുത്. പ്രായോഗികം എന്താണെന്ന് പറയരുത്. ജഡഭരതൻ്റെ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ആ പാമ്പ് തന്നെ ചത്തുപോകും. ചട്ടമ്പിസ്വാമി മൂവാറ്റുപുഴയിൽ വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് കൂടെ ഒരു ജ്യോത്സ്യൻ ഉണ്ടായിരുന്നു. ആ ജ്യോത്സ്യൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. നീലാണ്ട തീർത്ഥവാദ സ്വാമി കാണുന്നത് പിറ്റേ ദിവസമാണ്. അതിൻ്റെ തലേന്ന് രാവിലെ ഉണ്ടായ സംഭവമാണ്. പിള്ളേ എൻ്റെ കാലിൽ എന്തോ കടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാല് പൊക്കി കാണിച്ചപ്പോൾ അതിൽ മൂർഖം കടിച്ച് തൂങ്ങിക്കിടക്കുക. കാലിൽ വെള്ളത്തിൽ നിന്ന് കാല് കൊണ്ട് കുടഞ്ഞപ്പോൾ മൂർഖം തെറിച്ച് വീണു. അത് പടഞ്ഞ് മരിച്ചുപോയി. സ്വാമിജിയെ കടിച്ച ചട്ടമ്പി സ്വാമിയെ കടിച്ച വിഷജന്തു മരിക്കുന്നതാണ്. കാരണം അദ്ദേഹം അതിനുള്ള കായകൽപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു ശരീരത്തിൽ. എന്നിട്ട് പറയും, സങ്കടമായിപ്പോയി, ഒരു പ്രാണി ഞാൻ കാരണം മരിച്ചു. അദ്ദേഹത്തിൻ്റെ രീതി അതായിരുന്നു. അദ്ദേഹം കിടക്കണ കട്ടിലിടയിൽ ചേരിയും എലിയൊക്കെ താവളയൊക്കെ ഒന്നിച്ചിരിക്കുന്നുണ്ടാവും. ആരെങ്കിലും കാണാൻ പോയി കഴിഞ്ഞാൽ താഴെ ശബ്ദം കേട്ട് നോക്കിയാൽ അയ്യോ ഇതെന്താ ഇരിക്കണമെന്ന് വെച്ചാൽ നിങ്ങളെന്തിനാണ് ശ്രദ്ധിക്കണം, അവരവിടെ സന്തോഷമായിട്ടിരുന്നോട്ടെ, നിങ്ങൾ എന്നോട് സംസാരിക്കുമോ പറയും. ഞാൻ വേറൊരു കഥ ഞാൻ വേറൊരു സ്ഥലത്ത് കണ്ടു. ട്രിവാൻഡ്രത്ത് ഒരു വക്കീലിൻ്റെ വീട്ടിൽ അദ്ദേഹം സ്ഥിരം പോവുമായിരുന്നു. അവിടെ എന്നും എലിശല്യമാണ്. അപ്പോൾ എലിപ്പെട്ടി വെച്ചിരിക്കണം. ഒരു ദിവസം ചെന്നപ്പോൾ ഇങ്ങനെ എലിപ്പെട്ടി ഇരിക്കണം മുറുടെ പോയി. ഇതെന്തായി വെച്ചിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു എലിയെ പിടിക്കാനാണ്. അതൊന്നും പാടില്ല, അങ്ങനെ ജീവികളെ കൊല്ലരുതെന്ന് പറഞ്ഞു. സ്വാമിക്ക് അങ്ങനെ പറയാം, എൻ്റെ കേസ് കെട്ട് ഫയൽ വരെ കടിച്ചു തിന്നണു എന്ന് വക്കീൽ പറഞ്ഞു. അതിനൊക്കെ വഴിയുണ്ട്. കുറച്ച് പഞ്ചസാര ശർക്കര നാളികേരപ്പോട് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു പാത്രത്തിൽ അത് വെച്ച് മൂപ്പരവിടെ നിലത്തങ്ങോട്ട് ചമരം പടിഞ്ഞ് ഇരുന്നിട്ട് എന്തോ ജപിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു എലി അവിടുന്ന് വന്നിട്ട് ഇങ്ങനെ വന്നിരുന്നു മുന്നിൽ. അതിനോട് എന്തോ പറഞ്ഞു. അത് ഓടിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ 10 എണ്ണത്തിനെ വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ അവർ ഓടിപ്പോയി അവിടെയുള്ള സകല എലികളെയും ആ പ്രദേശത്തിലെ എലികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ക്ലാസ് മുറിയിൽ ഇരിക്കണമാതിരി ഇരുന്നു അത്രേ. അവരോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. എല്ലാറ്റിനും തിന്നാൻ കൊടുത്തു. ഇനി ഇവിടെ കാണരുത് കേട്ടോ പറഞ്ഞു. അതിനുശേഷം ഇന്നേ വരെ ആ പ്രദേശത്ത് എലിയില്ല എന്നാ പറയാം. അതായത് ഇതൊക്കെ സിദ്ധികളാണ്. അപ്പോൾ ഭൂതസുഹൃത്തായി മാറി എല്ലാറ്റിലും ഭഗവാനെ വെറുതെ കാണണമെന്ന് സങ്കല്പിച്ചിട്ട് കാര്യമില്ല. അത് അനുഭവത്തിൽ വന്നാൽ സകല ജീവികളും നമുക്ക് സുഹൃത്തായിട്ട് മാറും. പിന്നെ പ്രപഞ്ചത്തിലൊന്നും പ്രതികൂലമില്ല. കാരണം ഭഗവാൻ സന്തോഷിച്ച പ്രപഞ്ചം സന്തോഷിച്ചു. ഭഗവാൻ അനുകൂലമായ സകലതും അനുകൂലമായി. ഈ ബോധമാണ് ജഡഭരതൻ്റെ മുന്നിൽ കാളി പ്രത്യക്ഷപ്പെടാൻ കാരണം. അല്ലാണ്ട് കാളി ഉപാസിച്ചിട്ടോ ഇവിടെ 2 മന്ത്രം ജപിക്കുമ്പോഴേക്കും ഞാൻ ആരാന്നറിയോ, ഞാൻ കാളുടെ ഉപാസകനാണ്, കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വരട്ടുന്ന ആൾക്കാരാ. ഇവർക്കൊന്നും കാളിയെ കിട്ടില്ല. ഇവരൊക്കെ വെറുതെ നാടകം നടിക്കുന്ന ആൾക്കാരാണ്. ആ മന്ത്രം ചൊല്ലി ഈ ശക്തി ഉണ്ടാക്കി, ഈ ശക്തി അവർക്ക് പറ്റും. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ സാധിക്കും. അതിൽ കൂടുതൽ ഇവർക്ക് എന്താ നേടാൻ സാധിക്കുക? ഒരാളെ കൊല്ലാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഒരാളുടെ കുടുംബം നശിപ്പിക്കാൻ പറ്റുമായിരിക്കും. ഇവർക്കൊക്കെ ജന്മത്ത് മോക്ഷം കിട്ടും. എത്ര ജന്മം ജനിച്ചാലും ഇവർ ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. അതുകൊണ്ട് ഈ ഉപാസക വേഷം കെട്ടി നടക്കുന്ന പകുതി ആൾക്കാരും എവിടെ എത്താൻ പോകാത്ത ആൾക്കാരാണ്. കാരണം യഥാർത്ഥ ഉപാസകൻ കാളി എന്താണെന്ന് മനസ്സിലാക്കും. പുളിയാമ്പള്ളി നമ്പൂരിൻ്റെ അടുത്ത് കാളി പറഞ്ഞതുപോലെ പുളിയാമ്പള്ളിയുടെ ഒപ്പം മന്ത്രവാദത്തിന് പോകുമ്പോൾ അമ്മ ഇങ്ങനെ പോവും. അതായത് ഭക്തനും അമ്മയും വർത്താനമൊക്കെ പറഞ്ഞ് പാടത്തിൽ കൂടെ ചൂട്ടും വീശി ഇങ്ങനെ പോവുക മന്ത്രവാദം നടത്തുക. കാളി ബാധ ഒഴിപ്പിച്ചു കൊടുക്കും, ദക്ഷിണ വാങ്ങും. പുളിയാമ്പള്ളിയും അമ്മയും കൂടെ തിരിച്ച് മടങ്ങും വീട്ടിലേക്ക്. അപ്പോൾ ഇങ്ങനെ നാട്ടുവർത്താനൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അമ്മ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മോളിക്കൊണ്ട് മടക്കും. ഒപ്പം അമ്മേ അങ്ങനെ അമ്മേ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് പുളിയാമ്പള്ളി സംസാരിക്കും അത്രേ. ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ രാത്രി പെട്ടെന്ന് ഈ മൂളിൽ നിന്നു, ചെലമ്പും കേൾക്കണില്ല. ഇവളവിടെ പോയി എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാനില്ല. അപ്പോൾ വന്ന വഴിക്ക് തിരിച്ചു നടന്നു. തെങ്ങും തോപ്പൊക്കെ കടന്നു പോയപ്പോൾ ഒരു പറയൻ്റെ കുടിലിൻ്റെ ഉള്ളിൽ പറയൻ കണ്ണീരൊഴുക്കിയിട്ട് പാട്ടുപാടി ആരാധിക്കുകയാണ്. ഒരു പീഠം വെച്ചിട്ടുണ്ട്. പറയന് കാണാൻ പറ്റുന്നില്ല. മൂപ്പത്തിയാർ അവിടെ ഇരിക്കുക. പറയൻ്റെ മക്കൾ അമ്മയുടെ മേത്തൊക്കെ കയറി കളിക്കുന്നുണ്ട്. ഒരു കുട്ടി മൊലയും കുടിക്കുന്നുണ്ട്. കുട്ടികൾക്ക് കാണാം, പറയന് കാണാൻ പറ്റുന്നില്ല.
ഇങ്ങർക്ക് ദേഷ്യം വന്നു, ഇവൻ്റെയൊക്കെ കുടിയിലാണോ പോവുക എന്ന് പറഞ്ഞിട്ട് അവിടെ പുറത്ത് നോക്കും. കുറച്ചൊക്കെ വിളിച്ചു നോക്കി, അമ്മേ കാളി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു നോക്കി. കേട്ടവാവില്ല. പുള്ളിക്കാരി അവിടെ ഇരുന്ന് ആ പൂജ മുഴുവൻ സ്വീകരിച്ച് കഴിഞ്ഞ് അവൻ കൊടുത്ത മാംസവും മദ്യവും ഒക്കെ ഭക്ഷിച്ചതിന് ശേഷം അവരെയൊക്കെ അനുഗ്രഹിച്ച് കുട്ടികളെ കിടത്തി ഉറക്കിയിട്ടാണ് പൂപ്പത്തിയാർ വരണത്. അത് എന്താ നേരം വയ്യോ നിനക്ക് ചോദിച്ചു അത്രേ. ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ മഹാമോശമാണ്. എന്താ മോശം? പറയേണ്ട കുടിലൊക്കെയാണ് പോയിട്ടിരിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ ഭാവം മാറി. പുളിയാമ്പള്ളി, നീ ഇത്ര കാലം എൻ്റെ കൂടെ നടന്നിട്ട് എന്നെ എങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കണമെന്ന് ചോദിച്ചു. എടുത്തിട്ട് അടുത്ത വായിക്ക് പറഞ്ഞത്ര, ഇനി നിനക്കെന്നെ കാണാൻ പറ്റില്ല. ഞാൻ നിനക്ക് മന്ത്രവാദമൊക്കെ സാധിപ്പിച്ച് വന്നോളാം, പക്ഷേ നിന്നെ എനിക്ക് ഇനി കൂടെ നടക്കാൻ സാധിക്കും. നിനക്ക് എന്നെ ഇനി ദൃഷ്ടി കൊണ്ട്, നഗ്ന ദൃഷ്ടി കൊണ്ട് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ മറിഞ്ഞു കളഞ്ഞു. പുളിയാമ്പള്ളി പിന്നെ 3 മാസമേ ജീവിച്ചിരുന്നുള്ളൂ. സങ്കടം കാരണം. അദ്ദേഹം ഒന്നൊരു മൂർത്തിയാണ്, അദ്ദേഹത്തിനെ ഉപാസിക്കുന്നുണ്ട്. കാലടിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്പലങ്ങളുണ്ട്. നമ്പൂരിച്ചൻ എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. നമ്പൂരിച്ചൻ്റെ കഥയാണത്. ഐതിഹ്യമാല എടുത്തു കഴിഞ്ഞാൽ ഈ കഥ കാണാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഈശ്വരഭാവവും സമർപ്പണം കൊണ്ടേ വരുള്ളൂ. ബ്രഹ്മത്തിൽ അർപ്പിതമായിട്ടുള്ള മനസ്സുള്ള ജഡഭരതൻ്റെ മുന്നിൽ ആ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ട് ആ ബലിക്ക് നിന്ന സകല ആൾക്കാരും വെട്ടിക്കൊന്നു കളഞ്ഞ അമ്മ. അത് വർണ്ണിക്കുന്നുണ്ട് ഭാഗവതത്തിൽ. അവരുടെ തലകളെടുത്തിട്ട് ദേവി പന്താടിയെന്ന്, അവരെ ബലിയാക്കി, അവരുടെ രക്തം കുടിച്ചു. അവനെ വീണ്ടും വണ്ണം അനുഗ്രഹിച്ച്, ഭരതനെ അനുഗ്രഹിച്ചിട്ട് ആ പ്രദക്ഷിണം ചെയ്തു. ഭരതൻ അപ്പോഴും നിശ്ചേഷ്ടനായിട്ട്. കാളി വന്നു എന്നോ, ഈ കണ്ട പ്രശ്നങ്ങൾ തൻ്റെ ചുറ്റും ഉണ്ടായിരുന്നോ, ഇത്രയും കൊലപാതകം നടന്നു എന്നോ, രക്തം വീണുവെന്നോ, ഇതൊന്നും അദ്ദേഹത്തിന് വിഷയമായില്ല എന്നാ പറയണം. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സിന്ധുദേശത്തെ രാജാവായിട്ടുള്ള രഘുഗണൻ, ഇന്ന് പാകിസ്ഥാനിലാണ് രഘുഗണൻ്റെ രാജ്യം, അദ്ദേഹം എന്തോ ഒരു കാരണം കൊണ്ട് നേപ്പാൾ ഭാഗത്ത് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ആ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പല്ലക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഇക്ഷുമതി നദിയുടെ തീരത്തെത്തിയപ്പോൾ പല്ലക്ക് ചുമക്കാൻ ഒരാൾ കൂടെ ആവശ്യം വന്നു. കാരണം അതിൽ ഒരാൾക്ക് ലീവ് എടുക്കേണ്ടി വന്നു. അയാൾക്ക് എന്തോ പനിയോ എന്തോ വയ്യായ വന്നു. അപ്പോൾ ഡ്രൈവറില്ല, 4-5 ഡ്രൈവർമാർ വേണമല്ലോ പല്ലക്കിന്. അപ്പോൾ ഒരു ഡ്രൈവർക്ക് വയ്യ. അതുകൊണ്ട് ഒരാളെ നോക്കുമ്പോണ്ട് ഒരു തടിമാടെന്തായിരിക്കുന്നു മരത്തിൻ്റെ താഴെ. അവിടെ പിടിച്ചു, എണീച്ചു പോയി. പല്ലക്ക് ചുമക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഴുത, കാള ഇതിനെയൊക്കെ പോലെ ശരീരപുഷ്ടി ഉണ്ടായിരുന്നു, മസിൽസ് ഉണ്ടായിരുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. അദ്ദേഹത്തിന് നല്ല ശരീരബലമുണ്ട്. അപ്പോൾ പല്ലക്ക് ബലാൽക്കാരായിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ പല്ലക്കിൻ്റെ ഒരു തണ്ട് വെച്ച് കൊടുത്തു ഫ്രണ്ടിൽ. ഭരതൻ ഒരു പ്രതിഷേധവും കാണിക്കാണ്ട് പല്ലക്ക് ചുമന്ന് നടക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ വെച്ചാൽ ഈ പൂർവ്വജന്മത്തിലൊക്കെ അദ്ദേഹം ഈ ദയയുടെ ഒരു സംസ്കാരമുണ്ട്. ദയയും സംസ്കാരമാണ്, വാസനയാണ്. ദയ എന്നുള്ളതും വാസനയാണ്. ആ സംസ്കാരം ഉണ്ടായിരുന്നുകൊണ്ട് ഇദ്ദേഹം ഈ വഴിയിലുള്ള എന്തെങ്കിലും ചെറിയ പാറ്റയോ ഉറുമ്പോ തൻ്റെ കാലിൻ്റെ അടിയിൽ പെട്ടിട്ട് ചതയരുതെന്നുള്ളത് ഇതിലുള്ളതുകൊണ്ട് മൂപ്പര് മിക്കപ്പോഴും എവിടെയെങ്കിലും ഇരിക്കുക പതിവ്. നടക്കില്ല, അങ്ങനെ ഇരുന്നിരുന്നാ തടിച്ചു പോയത്. അപ്പോൾ ഇത് നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ കാലിൻ്റെ അടിയിൽ ഉറുമ്പുണ്ടോ നോക്കിയിട്ട് കാലിങ്ങനെ മാറ്റും. ഒരു ഉറുമ്പിനെ കണ്ട അപ്പുറത്തൊരു പാറ്റ പോകണം, അപ്പോൾ അത് കാല് മാറ്റും. ചുരുക്കി പറയും പല്ലക്കിൽ പോണ ആൾക്ക് വല്ല സുഖം ഉണ്ടാവുമോ? ഇങ്ങനെയാണെങ്കിൽ നല്ല ശക്തി ഉള്ളതുകൊണ്ട് ഈ ബാക്കിയുള്ള ആൾക്കാരും ഒലയും ഇദ്ദേഹത്തിൻ്റെ നീക്കത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പിടിച്ചിട്ട് പോകുന്ന സമയത്ത് ഉറുമ്പിനെ കണ്ട ടപ്പ് ഇങ്ങോട്ട് ചാടും, വീണ്ടും അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടും. നമ്മളിവിടെ മര്യാദയ്ക്ക് കാറ് പോകുമ്പോൾ തന്നെ രാവിലെ നടത്ത് പോകുമ്പോൾ ഛർദ്ദിക്കാൻ പറ്റും അല്ലേ? പല ആൾക്കാർക്ക് നോസിയേറ്റ് ചെയ്യും. അപ്പം അതിനാണല്ലോ അവാമിനൊക്കെ കഴിച്ചിട്ട് പോണത്. അന്ന് അവാമിനും ഇല്ല, ഒന്നുമില്ല, കാട്ടുകൂടെയാണ് യാത്ര. രഘുഗണന് മതിയും കൊതിയായി, തീരെ വയ്യാണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം ദേഷ്യം വന്നിട്ട് പുറത്തേക്ക് ചോദിച്ചു, നിങ്ങൾ എന്ത് കാണിക്കുന്നത്, മര്യാദയ്ക്ക് നടന്നോടെയെന്ന് ചോദിച്ചപ്പോൾ ഈ പല്ലക്കുകാർ പറഞ്ഞു, രാജാവേ ഞങ്ങളെ ശിക്ഷിക്കരുത്, ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. പക്ഷേ ഈ പുതുതായിട്ട് പിടിച്ചുകൊണ്ട് വന്നവൻ ശരിക്കും നടക്കുന്നുണ്ട്, ഇവൻ ചാടിച്ചാടിയിട്ടാണ് നടക്കുന്നത്. മാത്രമല്ല ഇവന് ഞങ്ങളെക്കാട്ട് ശക്തിയുള്ളതുകൊണ്ട് ഞങ്ങളും ഒലഞ്ഞു വീണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അപ്പം രാജാവ് എന്താ വിചാരിച്ചു വെച്ചാൽ, രാജാവ് ഒരു തത്വമാണ് വിചാരിച്ചത്. ഒരു സമൂഹത്തിൽ ബാക്കി എല്ലാവരും നന്നായിരുന്നാലും ഒരുത്തൻ മോശക്കാരനാണെങ്കിൽ അവൻ്റെ സ്വഭാവം എല്ലാവർക്കും വരും, സംഘദോഷം വരുന്നുള്ളതുകൊണ്ട് ഇവനെ ശാസിച്ചേ പറ്റൂ. രാജധർമ്മം വിചാരിച്ചിട്ട് പുറത്തേക്ക് തലയിട്ടിട്ട് പറഞ്ഞു, എടോ വലിയ കഷ്ടമാണല്ലോ, താൻ വളരെ ക്ഷീണിച്ചിട്ടായിരിക്കണത്, താൻ വളരെ മെലിഞ്ഞിട്ടായിരിക്കണത്, എന്താ പരിഹാസമായിട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഭരതൻ പുള്ളിക്കൊന്നും വിഷയമൊന്നുമില്ല, പുള്ളിയോട് എന്ത് പറഞ്ഞാലും പുള്ളി നടക്കും. ഞാനാണെന്നോ എൻ്റെ വീണ്ടും ഒരു ഉറുമ്പ് വന്നു, പുള്ളി ചാടി. അപ്പോൾ രാജാവിന് അങ്ങോട്ട് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ മരണം എടുത്തിരിക്കുകയാണ് തോന്നുന്നു, ഞാൻ നിൻ്റെ സ്വാമിയാണ്, രാജാവാണ് ഞാൻ പറഞ്ഞതനുസരിക്കാണ്ട് നീ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിനക്ക് തലയ്ക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ നീ മനഃപൂർവ്വം ധിക്കരിക്കുകയാണ് എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ വൈകാണ്ട് എന്നെ കൊല്ലുന്നു. ആ കൊല്ലും എന്ന് പറയുന്ന സമയത്ത് ജീവിതത്തിൽ ആദ്യമായിട്ട് സംസാരിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ സമയം, അദ്ദേഹത്തിന് സംസാരിക്കാൻ. അതായത് ശ്രീരാമകൃഷ്ണദേവൻ കരയോ അത്രേ അമ്മയുടെ അടുത്ത്, അമ്മേ എൻ്റെ മക്കളെപ്പോൾ വരും, എൻ്റെ മക്കളെപ്പോൾ വരുന്നു, ഇത് കൊടുത്തിട്ട് വേണം പോകാൻ. കിട്ടിയത് അവനവൻ്റെ പറഞ്ഞിട്ട് വെച്ചിട്ട് പോകരുത്, അതും കൊടുക്കണം, വാങ്ങാൻ ആൾ വരണം, അപ്പോഴേ പൂർണ്ണമാവുള്ളൂ ജീവിതം.
അപ്പോൾ എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ശാരദാദേവി ഗർഭം ധരിച്ച് പ്രസവിക്കാനല്ല പ്രാർത്ഥിക്കണം, ശിഷ്യന്മാരെയാണ് പ്രാർത്ഥിക്കണം. അവരെപ്പോൾ വരും അമ്മേ, അപ്പോൾ അമ്മ പറയും വരും. അങ്ങനെ ഓരോരുത്തരായിട്ട് വരികയാണ്. പിന്നെ അതേമാതിരി ജഡഭരതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പാത്രം രഘുഗണനാണ്. അത് പറഞ്ഞ സമയമായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം പറയും, ശരിയാണ്, അങ്ങനെ കളിയാക്കിയത് ശരിയാണ് രാജാവേ, ഭാരം ചുമക്കുന്നതും വഴി കൂടി നടക്കുന്നതായിട്ടുള്ള ഈ ശരീരമാണ് ഞാനെന്നുണ്ടെങ്കിലല്ലേ എനിക്ക് ഭാരം കൊണ്ടുള്ള ക്ലേശം, മാർഗത്തിൻ്റെ ശ്രമം ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ഈ ശരീരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തടിയനും ചെറുപ്പക്കാരനായിട്ടും ഇനി എന്നെ കൊണ്ടൊരു പ്രയോജനം കാണില്ല പറഞ്ഞാലും അതും സത്യമാണ്. കാരണം വലിപ്പം, കൊഴുപ്പ്, പ്രായം ഇതൊക്കെ ശരീരത്തിൻ്റെ ധർമ്മമാണ്, ആത്മാവിൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ടാണ്. സ്ഥൗല്യം ഗാർഷ്യം വ്യാധയാധയശ്ചക്ഷുദ്രഭയം ഖലിരിച്ഛാചരാജ നിദ്രാരതിർമന്യുരഹം മതശുചോ ദേഹേന ജാതസ്യ ഹി മേന സന്ധി. സ്ഥൂലത, തടി, കൃശത, മെലിഞ്ഞിരിക്കുക, ആദി, വ്യാധി, വിശപ്പ്, ദാഹം, ഭയം, കലഹം, ആഗ്രഹം, ജര, ഉറക്കം, പ്രേമം, കോപം, അഭിമാനം, ശോകം, ഇതൊക്കെ സകല ധർമ്മങ്ങളും ദേഹം ഞാനാണെന്ന് പറഞ്ഞ ദേഹാഭിമാനികൾക്ക് മാത്രമുള്ളതാണ്. എന്നിൽ അതിൻ്റെ ഒരു പൊടി പോലും രാജാവേ ഇല്ല. പിന്നെ അങ്ങ് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും കാര്യം പറഞ്ഞു, എന്നെ കൊല്ലുന്നോ എന്തൊക്കെയോ പറഞ്ഞു. ആദിയും അവസാനവുമുള്ള എല്ലാ വസ്തുക്കളും ഒരിക്കൽ ജനിക്കും, ജീവിക്കും, മരിക്കും. എവിടെയാണോ സ്വാമി എന്നും സേവകൻ എന്നുമുള്ള ഭാവമുള്ളത് അവിടെ ആജ്ഞാപിക്കണവനുണ്ടാവും, ആജ്ഞ പാലിക്കേണ്ടവനും ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇതൊന്നുമില്ല. എൻ്റെ ആത്മാവിൽ ആരോടും സ്വാമി എന്നോ സേവകെന്നോ ഉള്ള ഭാവമില്ല. നീ രാജാവാണ്, ഞാൻ പ്രജയാണ്, ഇങ്ങനത്തെ ഭേദബുദ്ധി ഇല്ലാത്തടത്ത് പിന്നെ നമ്മൾ തമ്മിൽ അങ്ങനെ റിലേഷനും ഇല്ല. പരമാർത്ഥമായിട്ടുള്ള ദൃഷ്ടിയിൽ നോക്കിയാൽ, ബ്രഹ്മത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ സ്വാമിയുണ്ടോ സേവകനുണ്ടോ അങ്ങനെ ഒന്നില്ല. നിനക്ക് ഇനി എൻ്റെ സ്വാമിയാണെന്ന് നിൻ്റെ ദേഹാഭിമാനം കൊണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞോളൂ, ഞാൻ ചെയ്തു തരാം. അല്ലാണ്ട് എനിക്ക് ആ ഭാവമില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവും ഇയാൾ ആള് ശരിയല്ലല്ലോ എന്ന്. ജഡഭരതൻ എന്നിട്ട് ഈ സ്വാമി സേവക ഭാവത്തിനെ പറഞ്ഞതിനെ ഒരല്പം വിശദീകരിച്ചിട്ട് ഞാനിതിൻ്റെ കണ്ടൻസേഷനിലേക്ക് വരാം. കാരണം ഭരതരഘുഗണ സംവാദം അത്രയും വിസ്തരിച്ചിട്ട് പറയേണ്ട, ഒരു ദിവസമൊക്കെ എടുത്ത് പറയേണ്ട അത്രയ്ക്കും മെറ്റീരിയലുള്ളൊരു കാര്യമാണ്. അവിടെ പറയാം, ഒരു രാജാവ് പകൽ 8 മണിക്കൂർ രാജ്യം ഭരിക്കുന്നുണ്ട്. രാത്രിയിൽ സ്വപ്നത്തിൽ അവൻ 8 മണിക്കൂർ കൂലിവേലക്കാരനായിട്ട് സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ രാജാവ് പകൽ രാജ്യം ഭരിക്കുന്നു, കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സ്വപ്നത്തിൽ മൂപ്പര് കൂലിവേലക്കാരൻ ആരുടെ തല്ലും കൊണ്ട് 8 മണിക്കൂർ കൂലിയും വാങ്ങി ജോലി ചെയ്യുന്നുണ്ട്. സ്വപ്നത്തിൽ ഒരു വേലക്കാരൻ പകൽ 8 മണിക്കൂർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണു. രാത്രി അവൻ സ്വപ്നത്തിൽ രാജാവായിട്ട് ഇരുന്നിട്ട് ആജ്ഞാപിക്കുകയാണ്. അവനെ പണിയെടുപ്പിക്കുന്ന ആളൊക്കെയാണ് അവിടെ പണിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ 2 കൂട്ടർ 8 മണിക്കൂർ വീതം രാജ്യവും ഭരിക്കുന്നുണ്ട്, 8 മണിക്കൂർ വീതം കൂലി വേലയും ചെയ്യുന്നുണ്ട്. ഈ സ്ഥിതിയിൽ ആരാ രാജാവ്, ആരാ വേലക്കാരൻ? ജാഗ്രത്തിലെ വ്യവഹാരം ഇതേപോലെയാണെന്ന്. ഇതും സ്വപ്നമാണ് എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ, അഥവാ അതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആര് രാജാവ്, ആര് വേലക്കാരൻ? ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അവിടെ നിന്നാണ് പിന്നെ ഉന്മത്തനാണ്, ജഡനാണ് എന്നൊക്കെ പറഞ്ഞല്ലോ, തലയ്ക്ക് ഭ്രാന്താണ് തോന്നും എന്ന് പറഞ്ഞതിന് പറയും ആ ഉന്മത്തമത്ത ജഡവത് സ്വസംസ്ഥാം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ശ്ലോകം, 13ാമത്തെ ശ്ലോകം. അതിൽ പറയുക, ഞാൻ ഉന്മത്തനാണ്, മത്തനാണ്, ജഡനുമാണ്, സ്വന്തം ആത്മാവിൽ സ്ഥിതി ചെയ്യണവനുമാണ്. അങ്ങനെയുള്ള ഒരുത്തനെ ശിക്ഷിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാൻ? വേദന അനുഭവിച്ച് അയ്യോ എൻ്റെ ദേഹം ഞാൻ മരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനെ വിഷമിപ്പിച്ചല്ലേ ശിക്ഷ കൊണ്ട് ഗുണമുള്ളൂ. വേദനിക്കുന്നേ ഇല്ലെങ്കിൽ, അവൻ അതുകൊണ്ട് ഒരു വിഷയവും സംഭവിക്കുന്നില്ല, അവനെ ശിക്ഷിച്ചിട്ട് എന്ത് കിട്ടാൻ എന്ന് ചോദിക്കും. ഞാൻ വാസ്തവത്തിൽ പ്രമാദിയും മൂഢനുമാണെങ്കിൽ തന്നെ പിന്നെ നീ പറഞ്ഞിട്ടുള്ളത് ഉമി കുത്തി അരി എടുക്കാൻ നോക്കണ മാതിരി വ്യർത്ഥമായിട്ടുള്ളൊരു എക്സസൈസാണ് എന്നാണ് പറയുന്നത്. അതാണ് സ്തബ്ധപ്രമത്തസ്യ ച പിഷ്ടപേഷ. ഉമി കുത്തിയ അരി കിട്ടുമോ? കിട്ടില്ല. അതുകൊണ്ട് നീ എന്നെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കണമെന്നും എനിക്ക് ബാധിക്കുന്നതല്ല. ഇതിൽ ഒരു വാക്കുണ്ട്, ഉന്മത്തമത്ത ജഡവ സ്വസംസ്ഥാം ഗതസ്യ. ആ സ്വസംഗ സ്ഥാംഗതസ്യ, ആ സ്വസംഗ സാംഗതസ്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതപ്രജ്ഞൻ്റെ വഴിയാണ്. അവനവനിൽ സ്ഥിതനായിട്ടവൻ സഞ്ചരിക്കണു. അതൊരു കീവേഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ജഡഭരതൻ്റെ ചരിത്രത്തിൽ
പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് നമ്മുടെ ഭൗതികമായിട്ടുള്ള നിലനിൽപ്പ് എന്ന് പറയുന്നത് മായാധിഷ്ഠിതമാണ്. നമ്മൾ ശരീരത്തിനോട് നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ഈ ശരീരത്തിനെ നമ്മൾ കാണുന്നത് എത്രമാത്രം വ്യർത്ഥമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, 6-ാം മാസത്തിൽ ചോറൂണ് കൊടുക്കുമ്പോൾ ഇവിടെ പൊട്ടും തൊട്ട് ഇവിടെ ഒരു ബ്യൂട്ടി സ്പോട്ടും വെച്ചിട്ട് ഒരു എന്താ പറയുക കവന്ന് കിടക്കണം നമ്മുടെ ഫോട്ടോ കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഇത് ഞാനാണെന്ന്. ഇതിൽ പരം വലിയൊരു വിഡ്ഢിത്തരം ഈ ലോകത്തുണ്ടോ? നമ്മൾ ഒരു സെറ്റ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ മാത്രമാണ്. ആ ഇൻഫർമേഷന് രൂപം മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. നമുക്ക് തന്നത് പൂർവ്വ തലമുറയാണ്. ആ ജനറ്റിക് ഇൻഫർമേഷനാണ് നമ്മൾ പിതൃക്കളെന്ന് പറയുന്നത്. അതിനെ നമ്മൾ ആരാധിക്കുന്നു. അതാണ് ചെയ്യുന്നത്. ഒരു ഇൻഫർമേഷനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു ജനിതകം. ബാക്കി രൂപത്തിനൊന്നും പ്രസക്തിയേ വരുന്നില്ല. ലോകം എന്ന് പറയുന്നത് ഒരു മരീചിക പോലെയാണെന്നാണ് ഭരതൻ പറയണത്. കാണുന്നു, ഉണ്ടോ തോന്നും, എന്നാൽ അടുത്ത് എന്നാൽ അതില്ലാതാനും. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായി വന്നിട്ടുള്ളതാണ്. ചിലത് നമ്മുടെ ജന്മം തൊട്ട് നമ്മൾ അറിയുന്നത് മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട്. ഒന്ന് നോക്കൂ, ഞാൻ നിൻ്റെ അച്ഛനാണ് നിൻ്റെ അമ്മയാണെന്ന് ആരോ പറഞ്ഞു തന്നിട്ടല്ലേ നമ്മളത് വിശ്വസിക്കുന്നത്. നമ്മുടെ സ്വന്തം പേര് പോലും ആലോചിച്ച് നോക്കൂ. നമ്മുടെ തലയിൽ ഒരു തേങ്ങ വീണു, ഒരു ചക്ക ഉടൽ ഇടിവെട്ടി, എല്ലാം മറന്നുപോയി. ഇങ്ങനെ ഇരിക്കും. പിന്നെ എന്ത് ഐഡൻറ്റിറ്റി? ഏത് ഭർത്താവ്, ഏത് ഭാര്യ, ഏത് മക്കൾ, ഏത് അച്ഛൻ, ഏത് അമ്മ? നമ്മൾ ജനിച്ച ഉടനെ നമ്മളെ എടുത്തിട്ട് നമ്മുടെ അമ്മയുടെ അടുത്ത് നിന്ന് വേറൊരു മതസ്ഥൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ കിടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വളരുമ്പോൾ നമ്മൾ ആ ഐഡൻറ്റിറ്റി ഇല്ലേ വളരുക? അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി, സ്വന്തം പേര് പോലും മറ്റുള്ളവർ പറഞ്ഞു തന്നാൽ നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ആകെയുള്ളത് ഈ ബോധവസ്തു, ബ്രഹ്മം മാത്രം, വേറെ ഒന്നുമില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ആത്മാവിൻ്റെ വ്യത്യസ്തത പറയണു. ശരീരമല്ല ആത്മാവ്. രഘുഗണ, ശരീരത്തിനെ ആത്മാവായിട്ട് കാണരുത്. ഞാൻ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിക്കേണ്ടതാണ്. മനസ്സല്ല, അഹങ്കാരമല്ല, ഈഗോ അല്ല. അഹങ്കാരം തന്നെ 2 തരമുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഒന്ന്, ഞാൻ എന്ന് പറഞ്ഞ അഹങ്കാരം, വലുത്, ഞാൻ ഒരു ആളാണ്, സംഭവമാണ്, ഞാൻ ഒന്നുമല്ല, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അതും അഹങ്കാരമാണ്. ഇത് രണ്ടും പ്രശ്നമാണ്. ശരീരം എന്ന് പറയുന്നത് വാർദ്ധക്യം, അത് നശിച്ചു പോകുക തുടങ്ങിയിട്ടുള്ള സകലവിധ ബുദ്ധിമുട്ടുകളും ഉള്ളതാണ്. നമ്മുടെ എൻ്റേതെന്നും ഞാനെന്നും നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനെ കേന്ദ്രീകരിച്ച് പറയുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. 3ാമത്തെ പ്രധാന പാഠം രഘുഗണനെ പഠിപ്പിക്കണം. എന്താ വെച്ചാൽ ദുരിതാനുഭവം എന്നുള്ളത് പാഠത്തിനുള്ള മാർഗ്ഗമായിട്ട് നോക്കണം. നല്ലത് തിരിച്ച് നമ്മൾക്കൊക്കെ ദുരിതം അനുഭവിക്കാൻ അവരെ സഹിക്കാൻ പറ്റില്ല. രഘുഗണൻ്റെ ആ ധിക്കാരവും അറിവില്ലായ്മയാണ് വാസ്തവത്തിൽ ഭരതനെ കൊണ്ട് ദുരിതം അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ടീച്ചറാണ് നമ്മുടെ ദുരിതം എന്നുള്ളത് പഠിപ്പിക്കുന്നത്. നോക്കൂ, പല്ലൊക്കെ ഒന്ന് ഒലഞ്ഞപ്പുണ്ടായിട്ടുള്ള ആ അസൗകര്യം പോലും അയാൾക്ക് സഹിക്കാൻ സാധിച്ചില്ല. അതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചുകൂടെ നിനക്കെന്ന് ചോദിച്ചിട്ട് അതിനെ അവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ ജീവിതത്തിലെ വലിയ എന്താ പറയുക ദുരിതങ്ങളെ, വളരെ വലിയ ദുരിതങ്ങളിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിക്കണം. ഏത് ദുരിതാവസ്ഥയും നമുക്ക് പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് വിപദസന്തുന സർവാന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചത് കുന്തി. കൃഷ്ണ, കൂടുതൽ ആപത്തുകൾ തരുമോ, കൂടുതൽ ദുരിതം തരുമോ? എന്താ വെച്ചാൽ ഭഗവാനോട് കൂടുതൽ ഒട്ടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പക്ഷേ ദുരിതത്തിൽ നിന്ന് പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ കഴിയുന്നത് അത് അവോയ്ഡ് ചെയ്യാൻ നോക്കണമെന്ന് മാത്രം. എത്രത്തോളം ദുരിതങ്ങൾ വരുന്നോ അത്രയും ദുരിതങ്ങളിൽ നിന്ന് പഠിച്ച് രക്ഷപ്പെടണവൻ. പൂന്താനത്തിൻ്റെയൊക്കെ ജീവിതം അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളല്ലേ? ദുരിത കടലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ദുരിതക്കടൽ, ദാരിദ്ര്യം, ദുരിതം, കുടുംബത്തും സൗഖ്യമില്ല. പക്ഷേ ആത്യന്തികമായിട്ട് വൈകുണ്ഠപ്രാപ്തിയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഭരതൻ. അതിന് പടികളുണ്ട്. ഒന്ന്, ആത്മവിചാരം ചെയ്യണം. എന്ത് സംഭവിച്ചാലും അതിൻ്റെ പുറകിൽ ഒരു കാരണം അന്വേഷിക്കണം. ഞാൻ വ്യക്തിപരമായിട്ടത് പഠിച്ച എൻ്റെ അച്ഛൻ്റെ നിന്ന്. എൻ്റെ അച്ഛൻ്റെ ഒരു അച്ഛൻ അധ്യാപകനായിരുന്നു, 3 കോളേജിൽ പ്രിൻസിപ്പളായിരുന്നു, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു, രാഷ്ട്രീയക്കാരായിട്ടൊക്കെ അച്ഛനെ മിങ്കിൾ ചെയ്യേണ്ടി വന്നു. പക്ഷേ അച്ഛൻ്റെ ഒരു രീതി ഞാൻ കണ്ടിട്ടുള്ള എന്താ വെച്ചാൽ, അച്ഛനെ ഇപ്പോൾ ഘരാവോ ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന. അച്ഛൻ രാവിലെ തൊട്ട് അവിടെ ഇരുന്ന് ഫയൽ നോക്കും. ബാത്റൂം പോകാൻ പോലും അച്ഛൻ എണീക്കില്ല. അവസാനം അവർ വയ്യാണ്ടായിട്ട് എണീച്ചു പോയി. ഞാൻ കണ്ടിട്ടുള്ളൂ. അവർ ആയുധപ്പര, ബോംബും വടിവാളും ഒക്കെ വെച്ച ആയുധപ്പര പൊട്ടിച്ചതിന് ചെയ്തതാണ്. അപ്പം ഞാൻ അച്ഛനോട് ചോദിക്കും, അച്ഛൻ ദേഷ്യം വരില്ലേ? ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അച്ഛൻ എന്താ പറഞ്ഞതെന്ന് എൻ്റെ ഒരു 11 വയസ്സിലോട്ട് അച്ഛൻ ഒരിക്കലും സംഭവം ഉണ്ടായി പറഞ്ഞു. അച്ഛനെ ഒരാൾ വളരെ അച്ഛൻ്റെ അടുത്ത് ഒരു തട്ടിക്കയറി അച്ഛനൊരു ശിക്ഷാ നടപടി സ്വീകരിച്ചപ്പോൾ കോളേജിൽ ഞാൻ സാക്ഷിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവത്തിന്. അന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛന് ദേഷ്യം വരില്ലേ? എനിക്കേ ദേഷ്യം വന്നു പറഞ്ഞു. അപ്പോൾ എന്നോട് പറയാം, അല്ല മോനെ, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലാണ്.
അച്ഛൻ ഉപയോഗിക്കുന്ന അയാളെന്നോ അവനെന്നോ പോലും അല്ല, അദ്ദേഹം എന്നേ പറയുള്ളൂ. അച്ഛൻ്റെ രീതിയാണ്. ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറയാം അയാൾ എന്നെ തല്ലിയത് എന്തോ കാരണം കൊണ്ടാട്ടോ, എൻ്റെ ഭാഗത്തുനിന്ന് എന്തോ ഒരു പ്രശ്നം. എനിക്കങ്ങനെ ആവാൻ സാധിക്കില്ല, പക്ഷേ അങ്ങനെ ആകാവുന്നതാണെന്ന് ഞാൻ പഠിച്ചു. ഞാൻ എന്നെ തന്നെ തിരിച്ചു കൊടുക്കും, അത് യാതൊരു സംശയമില്ല. പക്ഷേ അതിൽ നിന്ന് ഞാൻ പഠിച്ചത് അതാണ്. അതായത് കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം എന്താണ് എന്ന് അവിടെ പഠിച്ചു. എങ്ങനെയാണ് വലിയ വലിയ സത്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ദുരിതം എന്ന് പറയുന്നതിനെ നമ്മൾ അതിൻ്റെ ഫ്യൂവലാക്കിയിട്ട് മാറ്റണത്. മീരയുടെ ലൈഫ് നോക്കൂ, എല്ലാവരുടെ ലൈഫും, ഏത് മഹാഭക്തരുടെ ലൈഫും, അല്ലെങ്കിൽ ഏത് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്തവരുടെ ലൈഫും നോക്കൂ. ഏത് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്തവരും, ഗാന്ധിജി ആണെങ്കിലും ബുദ്ധനാണെങ്കിലും, ദുരിതങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അവർ വീണതുകൊണ്ടല്ല, അവർ എണീച്ചു നിന്നു 10 ഇരട്ടി ശക്തിയിൽ. അതുകൊണ്ടാണ്. അപ്പം സഫറിങ് എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വകർമ്മങ്ങളുടെ ഫലം മാത്രമാണെന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കിയാൽ അതൊക്കെ നമുക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് ആണെന്ന് മനസ്സിലാക്കും. അപ്പോൾ ജ്യോതിഷത്തിൻ്റെ കണ്ണി പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യണപ്പോഴാണ് ശനിദശയിലാണ്. ശനി ആരാ? ദ ഗ്രേറ്റസ്റ്റ് ടീച്ചറാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. വ്യാഴത്തിനെ പോലും ഈശ്വരൻ എന്ന് പറയില്ല, പറയാം വ്യാഴമാണ് ഈശ്വരനെ കുറിക്കുന്നത്. പക്ഷേ ഈശ്വരൻ പ്രവർത്തിക്കുന്നത് ശനി കൂടെയാണ്. വ്യാഴത്തിൽ കൂടെ അനുഗ്രഹിക്കുകയും ശനി കൂടെ പാഠം പഠിപ്പിക്കുകയും ചെയ്യും. ശരിക്ക് ഗുരു ശനിയാണ് എല്ലാം കൊണ്ടും. ശനിയുടെ ദശാകാലത്ത് ചിട്ടയോടുള്ള ജീവിതം, മാംസം ഉപേക്ഷിച്ച്, മദ്യം ഉപേക്ഷിച്ച്, എന്താ പറയുക, ശരീരം അനങ്ങി പണിയെടുത്ത് ഏറ്റവും മടി വരുന്ന കാലം അപ്പോഴാണ്. ബുദ്ധിക്ക് ക്ലാരിറ്റി ഇല്ലാണ്ടാവും. അപ്പോൾ എക്സാക്റ്റ് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിച്ച് പോകണം. പൂർവ്വകർമ്മ ഫലത്തിൻ്റെ മെജോറിറ്റി ശമ്പളം തരുന്നത് ശനി ഭഗവാനാണ്. എന്നാൽ അദ്ദേഹം തന്നെ വേണം 3 പ്രധാന കാര്യം ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം: വിവാഹം, വീട്, വാഹനം. ഇത് 3ഉം ശനിയുടെ ടച്ചില്ലാണ്ട് കിട്ടില്ല. ചിലർ തമാശ പറയും, കാരണം ഈ 3ഉം കൊണ്ടാണ് ദുരിതം കൂടുകയെന്ന്. തമാശയായിട്ട് പറയും, വിവാഹം, വീട്, വാഹനം, ഇത് 3ഉം കൊണ്ട് ദുരിതം, അതാണ് ശനി തരണത്. പക്ഷെ അതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ സഫറിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ആസ്ട്രോളജി പറയണത് ശനിദശയെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടാണ്. ഭരതൻ അതിനെ താത്വികമായിട്ട് ഇവിടെ പഠിപ്പിക്കണം. ഇനി മാത്രമല്ല, യഥാർത്ഥ ജ്ഞാനത്തിനൊരു ഗുരു വേണം. ഇത് എതിർച്ഛയാ ഉപദേശമാണ്. രഘുഗണൻ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ പ്രചേതസ്സുകൾ ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ നിന്ന് ശിവനെ കണ്ടിട്ട് രുദ്രഗീതം കിട്ടിയെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. സജ്ജന സംസർഗം എതിർച്ചയായിട്ടുണ്ടായതാണ്. ഇവിടെ ഗുരുവിനെ എതിർച്ചയായിട്ട് കിട്ടുകയാണ്. രഘുഗണൻ പ്രതീക്ഷിച്ചിട്ടില്ല. ആദ്യം ചീത്തയെ വിളിച്ചത്, പിന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ മനസ്സ് മാറി കൂടുതൽ കാര്യങ്ങൾ. രഘുഗണൻ്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ വിശേഷമാണ്. അനവധി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എതിർച്ഛയാ ഉപദേശം, ഈ കഥയെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഭരതൻ ശരിക്കും അത് സൂചിപ്പിക്കുന്നുണ്ട്. ആത്മജ്ഞാനം നേടിയ ഒരു ഗുരുനാഥൻ്റെ നിന്ന് ഉപദേശം കിട്ടണതിൻ്റെ പ്രാധാന്യം. ആത്മജ്ഞാനം പുറത്തുനിന്നുള്ള പ്രവൃത്തികളിൽ നിന്ന് കിട്ടില്ല, ചടങ്ങുകൾ നടത്തി കിട്ടില്ല, പൂജകൾ നടത്തി കിട്ടില്ല, തല പുകച്ച ആലോചിച്ചിട്ട് കിട്ടില്ല, ഇൻ്റലക്ച്വൽ പഴ്സ്യൂട്ട്സിൽ കൂടെ ഒന്നും കിട്ടില്ല. അതൊക്കെ കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട എന്താ? ഈ തലയിലുള്ളതൊക്കെ ഇറക്കണം. അൺലേൺ. ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞ മാതിരി ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ദ ഗ്രേറ്റസ്റ്റ് ലേണിംഗ് ഈസ് അൺലേണിംഗ് എന്ന് പറഞ്ഞു. ഈ തലയിൽ കുട്ടിക്കാലം തൊട്ട് കുത്തി കയറ്റി വെച്ചിട്ട് പല സാധനങ്ങളും ഇതൊക്കെ എടുത്ത് കളയണം. ആദ്യം ചെയ്യേണ്ടത് കളയുക. ശിവൻ സകലതും പഠിപ്പിച്ചിട്ട് സപ്തർഷികളുടെ അടുത്ത് പറഞ്ഞു ഇറങ്ങിപ്പോവാറ് എല്ലാവരുടെ അടുത്ത്. അഗസ്ത്യനൊക്കെ കരഞ്ഞു, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അങ്ങേ ആശ്രയിച്ചില്ലേ, ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ മരിച്ചുപോയി, ഞങ്ങളെ എന്തിനാ ഇറക്കി വിടണമെന്ന് ചോദിച്ചു. ഇറങ്ങിപ്പോർ. ശിവൻ്റെ രീതി അങ്ങനെയല്ല. ശിവൻ പെട്ടെന്ന് സ്വഭാവം മാറുക. ഭ്രാന്തനെമാരി കളെ പിത്താന്ന് വിളിക്കണം തമിഴിൽ, ഭ്രാന്താന്നാ വിളിക്കുക. വലിയ സന്തോഷമാണ് ഭ്രാന്താന്ന് വിളിച്ചാൽ. ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പോൾ ഇവർ കരഞ്ഞുകൊണ്ട് നമസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോയി. വാതിലിൻ്റെ അവിടെ എത്തി, കൈകൊട്ടി വിളിച്ചു, ഇവിടെ അവർ തിരിച്ചു വിളിച്ചു. എന്താ വെറുതെ ഇവിടെ പോകണം, എൻ്റെ ദക്ഷിണ എവിടെ ചോദിച്ചു. ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ചാൽ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഒന്നും തരാനില്ല, ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ സ്വത്തായിട്ടുണ്ടായിരുന്നുള്ളൂ, അങ്ങ് തന്ന അറിവ് ആ അറിവ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നു. ആ അറിവിനെ അവർ ദക്ഷിണയായിട്ട് വെച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു എൻ്റെ മക്കൾ പറഞ്ഞിട്ട് 7 പേരെയും കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞത്ര ഇപ്പം നിങ്ങളും ശൂന്യരായി ഞാനും ശൂന്യനായി. ആ ശൂന്യനാവണമെങ്കിൽ സമർപ്പണം വേണം, സമർപ്പിക്കാനെ പഠിപ്പിക്കണം. അപ്പോൾ ശരിക്കും അറിവ്, ആത്മജ്ഞാനം കിട്ടണമെങ്കിൽ സമർപ്പണം വേണം. സമർപ്പണത്തിൽ നിന്ന് താനെ ഗ്രേസ് വരും, അനുഗ്രഹം ഉണ്ടാവും. പിന്നെ 5ാമതായിട്ട് വൈരാഗ്യം എങ്ങനെ ഉണ്ടാക്കാം, ഈഗോനെ കളയേണ്ടതും അധികാരത്തിലുള്ള മത്ത കളയേണ്ടതിനെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുക. രാജാവായതുകൊണ്ട് രഘുഗണന് അധികാരപ്രമത്തത ഉണ്ടായിരുന്നു. ആദ്യം എറഗൻസ് കാണിക്കുന്നുണ്ട് ഭരതൻ്റെ അടുത്ത്. പക്ഷേ ഭരതൻ്റെ ആ വാക്കുകൾ, ഭരതൻ്റെ അറിവ് അയാളുടെ ഇങ്ങനെ പൊടിച്ചു കളയും അയാളുടെ അഹങ്കാരത്തിന്. നമ്മുടെ അഹങ്കാരം പൊടിക്കാൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരണം. അത് 2 തരത്തിൽ. ഒന്ന്, നമ്മൾ സംഭവമാണെന്നുള്ള അഹങ്കാരവും പോകണം. അയ്യോ എന്നെക്കൊണ്ട് ഒന്നും പറ്റില്ല എന്നുള്ള ചിന്തയും പൊളിക്കാൻ ആരെങ്കിലും വരണം. അങ്ങനെ ഹനുമാന് കിട്ടിയ ഭാഗ്യമാണ് ജാമ്പവാൻ. എന്നെക്കൊണ്ടൊന്നും പറ്റില്ല.
വളരെ കഷ്ടമായിട്ടുള്ളൊരു ജീവിതമാണ് ഹനുമാൻ സ്വാമിയുടെ. ശ്രീരാമനെ കാണുന്നവർ ജീവിതത്തിലൊരു പർപ്പസ് പോലുമില്ല. ഞാൻ എന്തിന് ജനിച്ചു എന്നൊരു ചിന്തയുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കോടംകുളങ്ങര അമ്പലത്തിൽ തൃപ്പൂണിത്തറ വെച്ചിട്ട് ഞാൻ സുന്ദരകാന്ഡം പറയാനാണ് എന്നെ വിളിച്ചത്. ഞാൻ അവിടെ ചെന്നിട്ട് ആകെ എനിക്ക് 2 മണിക്കൂറാണ്. 2 മണിക്കൂർ, എൻ്റെ കുറഞ്ഞത് 3 മണിക്കൂറാണ് പതിവ്. 2 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ ഭഗവാന്റെ ചാട്ടം മാത്രമേ പറഞ്ഞു. ലങ്കയിലേക്കുള്ള ചാട്ടം മാത്രം പറഞ്ഞു, ബാക്കി അരമണിക്കൂറിൻ്റെ ഓടിച്ച് തീർക്കുകയും ചെയ്ത്. ആ ചാട്ടത്തിൻ്റെ തുടക്കത്തിൽ ഓൾമോസ്റ്റ് 20 മിനിറ്റ് ഹനുമാൻ്റെ പൂർവാവസ്ഥ എന്താണെന്ന് പറയാനാണ് സമയം കൊടുത്ത്. യൂട്യൂബിൽ കിടപ്പുണ്ട്, സാധിക്കുമെങ്കിൽ കേട്ട് നോക്കൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇതിൽ കിടപ്പുണ്ട്. ഹനുമാൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര സങ്കടകരമാണ്. അനാഥനാണ്. തന്നെക്കാൾ ശക്തി കുറഞ്ഞ ആൾക്കാരെ സേവിക്കാൻ വിധിക്കപ്പെട്ടൊരു ജീവിതമായിരുന്നു. ആ ഭഗവാനെ ആ മരത്തിൻ്റെ മുകളിലിരുന്ന് ചാരനായിട്ട് നോക്കുമ്പോൾ ആ കറുത്ത് നല്ല ഉയരമുള്ള ഒരാളും വെളുത്ത് നല്ല ഉയരമുള്ള ഒരാളും വരുന്നു. എന്തോ ഒരു സ്നേഹം തോന്നുക. പക്ഷെ ശത്രുക്കളാണോ? പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ചെന്ന് സംസാരിക്കുന്നു. ശ്രീരാമനെ ആദ്യം കാണണം അങ്ങനെയാണ്. അവിടുന്നാണ് ജീവിതത്തിന് പർപ്പസ് ഉണ്ടായത്. അപ്പോഴും തന്നെ കൊണ്ട് സാധിക്കുന്നറിയില്ല. ഈ തെക്കൻ സമുദ്രതീരത്തേക്കൊക്കെ പോണത് ഒരു ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ടാണ് പോണത്. അല്ലാണ്ട് മുന്നിൽ ഗതിയും പിടിച്ച് നടന്നിട്ടൊന്നുമല്ല. എല്ലാവരും ഗ്രൂപ്പായിട്ട് പോണു, മൂപ്പരും അന്വേഷിക്കാൻ പോണു. അതുകൊണ്ട് പോയി. ജാംബവാനാണത് ഉണർത്തി കൊടുത്തത്. അങ്ങനെ ഉണർത്താൻ, ഈഗോയിൽ താഴ്ന്നതാണ് ഞാൻ എന്നുള്ള അത് ഉണർത്താൻ ജാംബവാൻ്റെ എക്സാമ്പിളാണ് ഏറ്റവും മികച്ച എക്സാമ്പിൾ. അർജുനൻ്റെയും മറ്റ് പല കഥകളിൽ, നാരദൻ്റെയും കഥകളിലൊക്കെ ഞാൻ സംഭവമാണ് എന്നുള്ളത് ഭഗവാൻ തകർക്കുന്നത് എത്രയോ കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 6-ാമത്തെ പ്രധാനം ശരീരത്തിനെ രഥമായിട്ട് പറയുന്നു. ആ രഥത്തിൻ്റെ, നമ്മുടെ ശരീരം ഒരു രഥമാണെന്നും ആ രഥത്തിൻ്റെ യാത്ര മോക്ഷത്തിൻ്റെ നേരെയായിരിക്കണമെന്ന് പറയണു. ദുരിതം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ദുഃഖം നോക്കിയിട്ട് സങ്കടപ്പെടുന്നു. വേറൊരു സ്ഥലത്ത് ദുരിതം കാണുമ്പോൾ നമ്മുടെ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ സത്യാവസ്ഥകൾ പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല രാജാവും സ്വാമിയും സേവകൻ എന്നുള്ളത് വെറും മായയാണെന്ന് പറയണം. അവിടെ ഭരതരഘുഗുണ സംവാദം അവസാനിക്കണം. ഇതിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ജീവിതത്തിനെ ഒരു കാടായിട്ടൊക്കെ സങ്കല്പിച്ച് പറയുന്നുണ്ട്. ആ കാടായിട്ട് സങ്കല്പിച്ച് പറയണതിനെ ഭവാടവി വർണ്ണനം എന്ന് പറയും. അത് വളരെ വിശേഷിച്ച് കേൾക്കേണ്ടതാണ്. അത് മറ്റൊരവസരത്തിൽ പറയാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ.